ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ വന്നിട്ട് അപ്പോൾ നമുക്കൊരു ചെറിയൊരു പണി കിട്ടിയേക്കായിരുന്നു കേട്ടോ. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ദിവസം ഒരാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യാനോ റീൽസ് ഇടാനോ ഒന്നിനും പറ്റിയിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ദേ ഇന്ന് തൊട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഞാൻ സുഡുമോൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇടാനായിട്ട് പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഇന്ന് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോളൂ നമ്മുടെ ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സുഡുമോൻ്റെ വിശേഷങ്ങളാണ്. ദേ പിറന്നാളിൻ്റെ നമ്മൾ ഇഞ്ചിക്കറി വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറിയും ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പിറന്നാളോ സദ്യയോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു തിക്കും തിരക്കണമല്ലേ. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. സുഡുമോൻ്റെ അച്ഛനും അമ്മാമ്മയും 2-3 ദിവസം മുൻപ് വന്നിട്ട് പോയിട്ടാണ്. അവർക്ക് വരാനായിട്ട് അവർക്ക് ഒഴിവുണ്ടായില്ല കേട്ടോ. അവർക്ക് ജോലിക്ക് പോകണവരായ കാരണം കൊണ്ട് വ്യാഴാഴ്ച ദിവസമായ കാരണം കൊണ്ട് വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ സുഡുമോനെ 2-3 ദിവസം മുൻപൊക്കെ കണ്ടിട്ട് പോയി. സുഡുമോന് ഡ്രസ്സും കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളും ഇതൊക്കെ കൊണ്ടു കൊടുത്തിട്ടാണ് കേട്ടോ അച്ഛനും അമ്മാമ്മയൊക്കെ പോയത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വരാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ആരും വിളിച്ചിരുന്നൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ സുഡുമോനെ ആകെ ഇങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് സുഡുമോൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വെച്ച് ഒരു 2-2.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ ഒന്നും എല്ലാവരും വിളിച്ചിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊന്നും എല്ലാവരും ഒന്നും വിളിച്ച് നമ്മൾ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യുക, ഇത് മാത്രമാണ് നമ്മളൊന്ന് ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. നമുക്കും ഉണ്ടാവില്ല, അമ്മമാർക്കും ഉണ്ടാവില്ല ഒരാഗ്രഹം. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെ സുഡുമോനെ കൊണ്ടൊക്കെ കേക്കൊക്കെ കട്ടൊക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. അപ്പോൾ സുഡുമോൻ്റെ അച്ഛൻ വിളിച്ചെന്തായാലും പറഞ്ഞായിരുന്നു നമ്മൾ എന്തെങ്കിലും കേക്കൊന്നും കട്ട് ചെയ്യിക്കാണ്ടിരിക്കേണ്ട, കേക്കൊക്കെ അവനെ കൊണ്ട് എല്ലാ പ്രാവശ്യവും കട്ടൊക്കെ ചെയ്യിപ്പിച്ചോ, എന്തിനാണ് നമ്മളിങ്ങനെ അങ്ങനെ ഒരു വിഷമം വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൾ വിളിച്ച് പറഞ്ഞു കേട്ടോ നമ്മളോട് കേക്കൊക്കെ കട്ട് ചെയ്യിക്കാൻ പറഞ്ഞു. ഞാൻ കേക്ക് ഇതൊന്നും മേടിക്കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞ് അങ്ങനെ നിർബന്ധമായിട്ട് മേടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ സുഡുമോന് 2 ജോഡി ഡ്രസ്സും കേക്കും പിന്നെ മിഠായി ഇതൊന്നും അവൻ തിന്നില്ലല്ലോ. പിന്നെ കേക്ക് വാങ്ങിച്ചാലും വേറെ ഒന്നല്ല, അവൻ കഴിക്കില്ല കേട്ടോ. അവൻ അതിനോടൊന്നും ഇഷ്ടമില്ല. നമ്മൾ കേക്ക് ഇത്തിരിക്കോളം വായിൽ വെച്ച് കൊടുത്താലും അവൻ പെട്ടെന്ന് തിരിയുള്ളൂ കേട്ടോ. അവനിതൊന്നും ഇങ്ങനത്തെ ടേസ്റ്റോ കാര്യങ്ങളോ ഇതൊന്നും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ പക്ഷേ എന്നാലും പിറന്നാളുണ്ടല്ലോ, അവൻ ആ ചോറിന് കുറച്ച് ഇത്തിരി കുറുമ്പൊക്കെ കാണിച്ചെങ്കിലും അവൻ കഴിച്ചു കേട്ടോ. അവൻ എല്ലാ കറികളൊക്കെ കൂട്ടി നമ്മൾ ഇലയിൽ ഇട്ട് എന്തായാലും ചോറ് കൊടുക്കണമെന്ന് ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. ഞാൻ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇലയിൽ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയിൽ നമുക്ക് എല്ലാ മക്കളുടെ പോലെയും ചോറ് വിളമ്പി എല്ലാ സൈഡിലും കറികളൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലേറ്റിൽ തന്നെ കൊടുക്കാൻ, എന്തായാലും മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം എന്നോട് ചേട്ടൻ പറഞ്ഞു, നീ എന്തെങ്കിലും ഇല ഇട്ടിട്ട് അവന് മിക്സിയിൽ അടിച്ചിട്ട് തന്നെ ചോറ് അതിലേക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിലെല്ലാ തരം കറികളും കൂട്ടി മിക്സിയിലടിച്ച് ഞാൻ ഈ പ്രാവശ്യം അപ്പോൾ ഇലയിലൊക്കെ അങ്ങനെ കൊടുക്കാനായിട്ടൊക്കെ സാധിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം തോന്നി. അപ്പോൾ സുഡുമോനും അതേ കേട്ടോ പതിവല്ലാത്തൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ പിറന്നാളിന് കേട്ടോ. പക്ഷേ നമുക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയ കാരണം കൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ചില വീഡിയോകൾ നമുക്കിങ്ങനെ ഇടാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോളിസീസും റൂൾസും ഇതൊന്നും ഞാനങ്ങനെ നോക്കിയായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയ പണി കിട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കാരണം കൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യായിരുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചിക്കറിയും അപ്പോൾ അതേ മോരുകറിയൊക്കെ റെഡി ആയിട്ടാണ്. അപ്പോൾ മോരുകറിയും ഇഞ്ചിക്കറിയൊക്കെ നമ്മൾ തലേ ദിവസം വെച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അതേ പിറന്നാളിൻ്റെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് നമ്മൾ കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്ത് അച്ഛൻ്റെയും അമ്മയ്ക്കും അവരുടെയൊക്കെ ഒരു സന്തോഷം നമ്മൾ നോക്കണ്ടേ. അപ്പോൾ എന്തായാലും അവരുടെ മനസ്സിൽ എന്തായാലും വിഷമം ഉണ്ടാവും. അപ്പോൾ ഞാനും അങ്ങനെ വിഷമിച്ച് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാനങ്ങനെ കേക്കൊക്കെ മേടിച്ച് കട്ടൊക്കെ ചെയ്ത് ഫുഡും ഇതൊക്കെ സുഡുമോനെ അങ്ങനെ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് സുഡുമോന് എന്തായാലും ഞാൻ സുഡുമോനിൽ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അമ്പലത്തിൽ പോകാനായിട്ട് അങ്ങനെ പറ്റിയില്ല കേട്ടോ. സുഡുമോനെ കൊണ്ടുപോക്ക് നമുക്ക് എടുത്ത് കൊണ്ടുപോകലൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ വലം വെച്ചിട്ടൊക്കെ പോരണ്ട. അപ്പോൾ എന്തായാലും നമ്മളെ ദൈവം എന്തായാലും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തായാലും എപ്പോഴും ഉണ്ടാവും കൂടെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തലേ ദിവസം പോയി അമ്പലത്തിൽ പോയി സുഡുമോൻ്റെ പേരിൽ പൂജയ്ക്കൊക്കെ കൊടുത്തിട്ട് പോന്നു കേട്ടോ.
അങ്ങനെയാണ് പോയത്. അപ്പോൾ സുഡുമോൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം വാശിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കേക്കൊക്കെ മുറിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അത് അവനങ്ങനെ കേക്കിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ നമ്മുടെ സുഡുമോൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ.